കുമാരന്റെ പിതാവ് ദേവവർമ്മ മഹാരാജാവിനെ കഴിഞ്ഞ വർഷം പഞ്ചഭൂത ക്ഷേത്ര തീർത്ഥാടന വേളയിൽ നാം തമിഴ് ദേശത്ത് വെച്ച് കണ്ടിരുന്നു. അന്നുണ്ടായ സംഭാഷണ വേളയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ദൃഢമാക്കുന്നതിന് ഇങ്ങനെയൊരു തീരുമാനം നന്നായിരിക്കുമെന്ന അഭിപ്രായം ഞങ്ങൾക്കിടയിലുണ്ടായി. എല്ലാത്തിനും സമയവും സന്ദർഭവും ഒത്തുവന്നത് ഇപ്പോഴാണ്. പിതാവ് അങ്ങയെക്കുറിച്ചും പിഞ്ചല ദേശത്തെക്കുറിച്ചും നമ്മോടും പറഞ്ഞിരുന്നു. പിഞ്ചല ദേശത്തെ മഹാറാണിയെ മംഗലം കഴിക്കാൻ അന്നേ നമുക്ക് സമ്മതമായിരുന്നു. അത് പക്ഷേ രാജ്യകാര്യങ്ങളിലെ തിരക്ക് മൂലം ആ തീരുമാനം വൈകി. അളകദേശത്തിന്റെ കീർത്തിയും വ്യാപ്തിയും വർദ്ധിപ്പിക്കുന്നതിൽ തന്നേക്കാൾ കേമനാണ് മകനെന്ന് ദേവവർമ്മ മഹാരാജാവ് അന്നേ പറഞ്ഞിരുന്നു. കുമാരൻ നമ്മുടെ പുത്രിയെ മുമ്പ് കണ്ടിട്ടുണ്ടോ? ഇല്ല. അതിർത്തി ക്ഷേത്രങ്ങളിലെ ഉത്സവങ്ങളും ആഘോഷങ്ങളുമെല്ലാം നടക്കുമ്പോൾ നാം തേടിയിരുന്നു. പക്ഷേ മറ്റു രാജ്യങ്ങളിലെ കുമാരന്മാരും കുമാരിമാരുമെല്ലാം വന്നിരുന്നു. പിഞ്ചലദേശത്തെ രാജകുമാരിയെ മാത്രം കണ്ടില്ല. കൊട്ടാരവും പർണശാലയും വിട്ട് നമ്മുടെ മകൾ മറ്റെങ്ങും പോകാറില്ല. പ്രാർത്ഥനയും ഭജനവുമൊക്കെയാണ് അവളുടെ വിനോദങ്ങൾ. നല്ലത്. നാം രാജകുമാരി പൂർണ്ണയെക്കുറിച്ച് ധാരാളം കേട്ടിരിക്കുന്നു. ആദ്യ ദർശനത്തിന് ആകാംക്ഷയേറുന്നതും അതുകൊണ്ട് തന്നെയാണ്. റാണിയും കുമാരി എത്തിയല്ലോ. ഇതാണ് നമ്മുടെ മകൾ പൂർണ്ണ. ഇത് മഹാറാണി ഗായത്രി ദേവി. വന്ദനം. വന്ദനം. വന്ദനം കുമാരി. വന്ദനം. നമ്മുടെ രാജപരമ്പരയിലെ ഏക പെൺതരിയാണ് പൂർണ്ണ. ഇവിടെ വേളി കഴിക്കുന്ന കുമാരനാകും ഇനി പിഞ്ചലദേശം ഭരിക്കേണ്ടത്. കുമാരി നാണക്കാരിയാണെന്ന് തോന്നുന്നു. ഈ കൊട്ടാരവും ഇവിടുത്തെ ഉദ്യാനവുമെല്ലാം കാണാൻ നമുക്ക് ആഗ്രഹമുണ്ട്. അങ്ങ് അനുവദിച്ചാൽ കുമാരി തന്നെ നമുക്ക് വഴികാട്ടിയായേനെ. അതിനെന്താ കുമാര, സന്തോഷം. മകളെ, ആദിത്യകുമാരനെ നമ്മുടെ കൊട്ടാരവും ഉദ്യാനവും ഒക്കെ ഒന്ന് കാണിച്ചു കൊടുക്കും. ആകട്ടെ പിതാവേ. വന്നാലും കുമാര, നമുക്കാദ്യം ഉദ്യാനത്തിലെ പർണശാലയിലേക്ക് പോകാം. ഉദ്യാനവും കുമാരിയെ പോലെ അതിമനോഹരമായിരിക്കുന്നു. ആ കാണുന്നത് എന്താണ് കുമാരി? ശ്രീധർമ്മശാസ്താവിനെ പൂജിക്കാനായി പിതാവ് നമുക്ക് നിർമ്മിച്ചു നൽകിയ പൂജാസ്ഥലമാണത്. പൂജയും പ്രാർത്ഥനയുമാണ് കുമാരിയുടെ ഇഷ്ടവിനോദമെന്ന് മഹാരാജൻ നമ്മോട് പറഞ്ഞിരുന്നു. ക്ഷമിക്കണം കുമാര, പൂജയും പ്രാർത്ഥനയും എന്റെ വിനോദമല്ല. എനിക്കത് ജീവവായു പോലെയാണ്. അതില്ലാതെ ഒരു നിമിഷം പോലും ജീവിച്ചിരിക്കാൻ സാധ്യമല്ല. പൂജയും പ്രാർത്ഥനയും ഒക്കെ വളരെ നല്ലതാണ്. മനസ്സിന് ഏകാഗ്രതയും ഈശ്വരാനുഗ്രഹവും ലഭിക്കും. ഇതാണ് കുമാര എന്റെ സാമ്രാജ്യം. കൊള്ളാം, മനോഹരമായിരിക്കുന്നു. ഉദ്യാനത്തിന് നടുവിൽ ഇങ്ങനെ ഒരു പർണശാലയിൽ പൂജയും മന്ത്രവും കഴിക്കുമ്പോൾ മനസ്സിനൊരു പ്രത്യേക അനുഭൂതിയായിരിക്കും. കുമാര, ഞാൻ പറയുന്നത് അവിവേകമാണെങ്കിൽ അങ്ങ് എന്നോട് ക്ഷമിക്കണം. എന്റെ മനസ്സ്
ഒരു വിവാഹത്തിനോ കുടുംബജീവിതത്തിനോ പാകമല്ല. എന്റെ മനസ്സ് നിറയെ ശ്രീധർമ്മശാസ്താവാണ്. ഈ രൂപമല്ലാതെ മറ്റൊന്നിനും എന്റെ മനസ്സിൽ സ്ഥാനമില്ല. കുമാരിയുടെ അചഞ്ചലമായ ഭക്തി നമ്മെ അത്ഭുതപ്പെടുത്തുന്നു. ഇത്രയും മനോഹരവും ആർഭാടവുമായ ജീവിതം കൈവന്നിട്ടും ഭഗവാനിൽ സ്വയം അർപ്പിച്ച് ജീവിക്കുന്നു എന്നത് ആശ്ചര്യം തന്നെ. കുമാരിയെപ്പോലൊരു പത്നിയെ ലഭിക്കുന്നത് നമ്മുടെ ഭാഗ്യം. പക്ഷേ ഈ പൂജയും പ്രാർത്ഥനയും ഉപേക്ഷിച്ച് ഒരു നല്ല ഭാര്യയായി അങ്ങേ ശുശ്രൂഷിക്കാൻ എനിക്കൊരിക്കലും സാധിക്കില്ല. പൂജയും പ്രാർത്ഥനയും ഉപേക്ഷിക്കുന്നത് എന്തിനാണ്? പരമ്പരയായി ഞങ്ങൾ ശിവഭക്തരാണ്. എങ്കിലും ഞങ്ങൾ വൈഷ്ണവതയ്ക്ക് എതിരല്ല. ശിവാംശവും വൈഷ്ണവാംശവും ചേർന്നതാണ് ശ്രീധർമ്മശാസ്താവ്. ശാസ്താപൂജയിലൂടെ ഇരുദേവന്മാരുടെ അനുഗ്രഹം ലഭിക്കുന്നതുമാണ്. ശാസ്താപൂജ തുടർന്നും ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും കുമാരിക്ക് നമ്മുടെ കൊട്ടാരത്തിൽ നാം ഒരുക്കുന്നതാണ്. ഇതിലും വലുതും മനോഹരവുമായൊരു പൂജാസ്ഥലം നാം കുമാരിക്ക് നിർമ്മിച്ചു നൽകുന്നതാണ്. കുമാരിയെ നാം മംഗല്യം കഴിക്കുന്നത് നമ്മെ ശുശ്രൂഷിക്കാനല്ല. അതിന് കൊട്ടാരത്തിൽ ധാരാളം സേവകരുണ്ട്. കുമാരി നമ്മുടെ പട്ടമഹിഷിയായി, നമ്മുടെ രാജ്യത്തിന്റെ മഹാറാണിയായി, നമ്മുടെ കുലത്തിന് അനന്തരാവകാശികളെ നൽകി സസുഖം വാഴുക. ഭഗവാനെ ധർമ്മശാസ്താവേ, അടിയനെ പരീക്ഷിക്കരുതേ. കുമാരൻ എന്റെ മനസ്സെന്താണെന്ന് അറിയുവാൻ സാധിക്കുന്നില്ല. ഈ സമസ്യയിൽ നിന്ന് അടിയനെ രക്ഷിക്കണേ ഭഗവാനെ. കുമാരി, കുമാരി എന്താ ചെയ്യുന്നത്? ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു. കുമാരിക്ക് കൈവന്നിരിക്കുന്ന മഹാഭാഗ്യത്തിന് ഈശ്വരനോട് നന്ദി പറയുകയാണല്ലേ? സന്തോഷം. ക്ഷമിക്കണം കുമാര. എന്റെ മനസ്സറിയാൻ അങ്ങയെ സഹായിക്കണേ ഭഗവാനെ എന്നാണ് ഞാൻ പ്രാർത്ഥിച്ചത്. ഞാൻ പറഞ്ഞല്ലോ, എന്റെ മനസ്സ് ഒരു കുടുംബജീവിതത്തിന് പാകമല്ലെന്ന്. കുമാരി, ഏത് പെൺകുട്ടിയുടെ മനസ്സാണ് ഒരു അപരിചിതനെ കാണുമ്പോൾ കുടുംബജീവിതത്തിന് തയ്യാറാവുക? അതിനൽപ്പം സമയം വേണ്ടി വരുന്നതാണ്. പരസ്പരം മനസ്സിലാക്കി ഉള്ളിൽ പ്രണയം മുട്ടിടുമ്പോൾ കുടുംബജീവിതത്തിന് മനസ്സ് താനെ പാകമാകുന്നതാണ്. എത്ര സമയമെടുത്താലും എന്റെ മനസ്സിൽ പ്രണയമുണ്ടാക്കില്ല കുമാര. അത് നിറയെ ശാസ്താവിനോടുള്ള അകമഴിഞ്ഞ ഭക്തിയാണ്. മനസ്സ് നിലാവ് പോലെയാണ് കുമാരി. അതിന് എപ്പോഴും മാറ്റമുണ്ടാകും. അസ്ഥിരമായ മനസ്സിനെ അചഞ്ചലമെന്ന് വിശ്വസിക്കരുത്. ഓർമ്മ വെച്ച നാൾ മുതൽ കുമാരി പൂജയും പ്രാർത്ഥനയുമായി കഴിയുന്നു. ലൗകിക ജീവിതത്തിന്റെ സുഖത്തെക്കുറിച്ച് കുമാരിക്ക് അറിയില്ല. പ്രണയത്തിന്റെ സുഖവും സൗന്ദര്യവും ആസ്വദിക്കുമ്പോൾ കുമാരിയുടെ മനസ്സ് മാറുന്നതാണ്. ഭക്തി ഒരുതരം ലഹരിയാണ്. അതിന്റെ ഇരട്ടി ലഹരി പ്രണയത്തിനുണ്ടാവും. പ്രണയത്തിന്റെ ലഹരി എന്നും നിലനിൽക്കുമോ കുമാര? വ്യക്തികളിൽ അധിഷ്ഠിതമായ പ്രണയം സാഹചര്യങ്ങളാൽ മാറുന്നതാണ്. എങ്കിലും ശക്തമായ സ്നേഹത്തിന്റെ അടിത്തറയുണ്ടെങ്കിൽ അത് എന്നും നിലനിൽക്കുന്നതുമാണ്. അപ്പോൾ ഈ ലോകത്ത് എന്നും നിലനിൽക്കുന്നതും സ്ഥിരമായുള്ളതും എന്താണ് കുമാര? അത് ഈശ്വരനാണ്. ഭഗവാൻ മാത്രമാണ് സ്ഥിരമായുള്ളത്. സ്ഥിരമായുള്ളത് വിട്ട് അസ്ഥിരമായതിനെ പ്രണയിക്കാനാണ് കുമാരൻ നമ്മോട് ആവശ്യപ്പെടുന്നത്. ഈശ്വരൻ സങ്കല്പമല്ലേ കുമാരി? നമുക്ക് ഇന്ദ്രിയങ്ങളാൽ അനുഭവിക്കാൻ സാധിക്കില്ലല്ലോ. ഇന്ദ്രിയങ്ങൾ വെറും മാംസാധിഷ്ഠിതമല്ലേ കുമാര? നമ്മൾ കഴിക്കുന്ന ആഹാരമാണ് ഈ കാണുന്ന ശരീരമായി മാറുന്നത്. ആ ശരീരത്തിലെ ഇന്ദ്രിയങ്ങളിൽ നിന്നും കിട്ടുന്ന അറിവ് ചിന്തകളാകുന്നു. ആ ചിന്തകളുടെ കൂട്ടമാണ് മനസ്സ്. ആ മനസ്സിലാണ് സുഖവും ദുഃഖവും എല്ലാം ഉണ്ടാകുന്നത്. ഇന്ദ്രിയങ്ങൾ അനുഭവമാകുന്നതും മനസ്സിൽ തന്നെ. കുമാരി പറയുന്നത് നമുക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ മനസ്സാണോ ശ്രേഷ്ഠം, ആഹാരമാണോ ശ്രേഷ്ഠം? ആഹാരത്തിന് അടിസ്ഥാനം സസ്യങ്ങളാണ്. അപ്പോൾ മാംസാഹാരമോ? മാംസാഹാരമായി മാറുന്ന ജീവികൾ ഭക്ഷിക്കുന്നതും സസ്യങ്ങൾ തന്നെയല്ലേ? അത് അതെ.
പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളെയും പോലെ ആകാശം, ജലം, വായു, അഗ്നി, ഭൂമി എന്നീ പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമാണ് സസ്യങ്ങളും. ഭഗവാനിൽ നിന്നാണ് പഞ്ചഭൂതങ്ങൾ സൃഷ്ടമായത്. അല്ലെങ്കിൽ ഭഗവാൻ തന്നെയാണ് പഞ്ചഭൂതങ്ങൾ. അതുകൊണ്ട് കുമാരി അർത്ഥമാക്കുന്നത് എന്താണ്? അസ്ഥിരമായ ഇന്ദ്രിയ സുഖങ്ങൾ വെടിഞ്ഞ് ചിന്തകളെ അടക്കി ശുദ്ധമായ ബോധത്തിൽ മനസ്സുറച്ചാൽ ഈശ്വരൻ എന്തെന്നറിയാൻ കഴിയും. അതാണ് യഥാർത്ഥവും സ്ഥിരവുമായ സുഖം. അതുതന്നെയാണ് ഈശ്വര സാക്ഷാത്കാരവും. അതിനായി മനമുരുകി പ്രാർത്ഥിച്ച് അകമഴിഞ്ഞ ഭക്തിയോടെ ഇഷ്ടദേവനെ പൂജിക്കുക. സാധാരണ മനുഷ്യന് അപ്രാപ്യമായ കാര്യങ്ങളാണ് കുമാരി പറയുന്നത്. ഇന്ദ്രിയ നിഗ്രഹണവും ആത്മചിന്തനവുമെല്ലാം നാം ഗുരുകുലത്തിൽ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ചിന്തകളെ നിമിഷങ്ങൾ പോലും അടക്കി വയ്ക്കാൻ സാധ്യമല്ല. അത് ചില്ലകൾ തോറും ചാടി നടക്കുന്ന മർക്കടനെപ്പോലെ മാറിക്കൊണ്ടേയിരിക്കും. അഭ്യാസത്താൽ അസാധ്യമായത് ഒന്നും തന്നെയില്ല കുമാര. ചിട്ടയായ സാധനയിലൂടെ ഏതൊരാൾക്കും ഇതെല്ലാം നേടാവുന്നതേയുള്ളൂ. എല്ലാവരും ഇങ്ങനെ ചിന്തിച്ചാൽ ഈ ലോകം തന്നെ ഇല്ലാതാവില്ലേ? ഇല്ല കുമാര, ഈശ്വരനാൽ സൃഷ്ടമായ പ്രപഞ്ചം ഒരിക്കലും നശിക്കുന്നതല്ല. ഗുരുകുലത്തിൽ ഉപനിഷത്തുകൾ ചൊല്ലിത്തന്ന ഗുരുവരനെ പോലെയാണ് കുമാരി സംസാരിക്കുന്നത്. ഇനിയും നിന്നാൽ രാജ്യമുപേക്ഷിച്ച് നാം സന്യാസിയായേക്കുമോ എന്ന് ഭയപ്പെടുന്നു. സന്യാസിയാകാൻ ഭയപ്പെടുന്നത് എന്തിനാണ്? ഭക്തിയുടെ പാരമ്യത്തിൽ കുമാരിയുടെ മനോനിലയിൽ എന്തോ തകരാറ് സംഭവിച്ചിട്ടുണ്ടെന്ന് നമുക്ക് തോന്നുന്നു. ഇത്തരം ചിന്തകൾ വെടിഞ്ഞ് കുമാരി വിവാഹം ചെയ്താലേ പിഞ്ചല ദേശത്തിനും അനന്തരാവകാശിയെ ലഭിക്കൂ. അതിനായി മഹാരാജാവ് എന്തു വഴിയും സ്വീകരിച്ച് കുമാരിയുടെ വിവാഹം നടത്തുന്നതാണ്. എന്റെ മനസ്സിൽ ശ്രീ ധർമ്മശാസ്താവ് മാത്രമേ ഉള്ളൂ. വിവാഹമുണ്ടെങ്കിൽ അതും ശ്രീ ധർമ്മശാസ്താവിനെ തന്നെയായിരിക്കും. എന്ത് അസംബന്ധമാണ് കുമാരി ഈ പറയുന്നത്? ഭഗവാൻ ശ്രീധർമ്മശാസ്താവിനെ വിവാഹം കഴിക്കാനോ? ഇപ്പൊ നമുക്ക് ബോധ്യമായി കുമാരിയുടെ മാനസിക നില തെറ്റിയിരിക്കുകയാണെന്ന്. മഹാരാജാവ് നമ്മെ മനഃപൂർവ്വം അപമാനിക്കാനാണ് ക്ഷണിച്ചു വരുത്തിയിരിക്കുന്നത്. അല്ലെങ്കിൽ ഭ്രാന്തിയായ കുമാരിയെ നമ്മുടെ തലയിൽ കെട്ടിവെച്ച് ഭാരമൊഴിക്കാൻ. ഈ അപമാനം നാം പൊറുക്കുന്നതല്ല. ഭഗവാനെ, അടിയനെ എന്തിനിങ്ങനെ പരീക്ഷിക്കുന്നു? സനാതനമായ സത്യം മാത്രമല്ലേ അടിയൻ പറഞ്ഞിട്ടുള്ളൂ. അടിയന്റെ വാക്കുകൾ രാജ്യത്തിന് ആപത്താവാതെ കാത്തുകൊള്ളണേ ധർമ്മശാസ്ത്രവേ. അളകദേശത്തെ പ്രജകൾക്ക് യുവരാജാവെന്ന് പറഞ്ഞാൽ 100 നാവാണ്. ദാനത്തിൽ കർണനെ പോലെ, ക്ഷമയിൽ ഭൂമിദേവിയെ പോലെ, വീര്യത്തിൽ അർജുനനെ പോലെ. മന്ത്രി മുഖ്യ, എഴുന്നേൽക്കുക! എത്രയും വേഗം പുറപ്പെടുക! ഇനി ഒരു നിമിഷം പോലും ഈ കൊട്ടാരത്തിലോ ഈ പ്രദേശത്തോ നിൽക്കുവാൻ നമുക്ക് താല്പര്യമില്ല. എന്താ സംഭവിച്ചത്? ഞങ്ങളെ ക്ഷണിച്ചു വരുത്തിയത് അപമാനിക്കാനായിരുന്നു. വ്യക്തമായിട്ട് പറയൂ കുമാര, നമുക്കൊന്നും മനസ്സിലായില്ല. കൊട്ടാരവും ഉദ്യാനവും കാണാൻ പോയ നമുക്ക് കുമാരി വിവരിച്ചു തന്നത് മുഴുവനും ശാസ്താഭക്തിയെക്കുറിച്ചും ശാസ്താവിന്റെ മാഹാത്മ്യത്തെക്കുറിച്ചും മാത്രമാണ്. മഹാരാജാവേ, ഒരിക്കലും സംഭവിക്കാത്ത ആഗ്രഹങ്ങളാണ് അങ്ങയുടെ പുത്രിക്കുള്ളത്. കുമാരിക്ക് ഭക്തിയുടെ പാരമ്യത്തിൽ മനോനില തെറ്റിയിരിക്കുകയാണ്. കുമാരൻ എന്താണ് ഈ പറയുന്നത്? പരമമായ സത്യം. അങ്ങ് പുത്രിയുടെ മാനസിക നില ശരിയാക്കാൻ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ചെയ്യുക. അത് കഴിഞ്ഞിട്ടാകാം പുത്രിയുടെ വേളി വേണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ. കുമാര, നമ്മുടെ പുത്രിയെക്കുറിച്ച് ഇല്ലാവചനം പറയരുത്. അത് നമുക്ക് സഹിക്കാൻ കഴിയില്ല. സ്വന്തം മകളുടെ ആഗ്രഹങ്ങളും ചിന്തകളും മനസ്സിലാക്കാൻ കഴിയാത്ത നിങ്ങൾ മാതാപിതാക്കളാണോ? എല്ലാം അറിയാമായിരുന്നിട്ടും ഞങ്ങളെ ഇവിടെ വിളിച്ചു വരുത്തിയത് അപമാനിക്കാനായിരുന്നില്ലേ? അപമാനിക്കാനല്ല. കുമാരിക്ക് പൂജയും ഭക്തിയും ഏറെയുണ്ടെന്നുള്ളത് നേര് തന്നെയാണ്. പക്ഷേ ഒരു പക്ഷയ്ക്കും ഇവിടെ സ്ഥാനമില്ല മന്ത്രി മുഖ്യ. സന്യാസിയാകാനോ സത്സംഗ പ്രഭാഷണം കേൾക്കാനോ അല്ല നാം ഇവിടെ വന്നിരിക്കുന്നത്. ഞങ്ങളുടെ വംശപരമ്പര നിലനിർത്താൻ നമുക്കൊരു പത്നിയെ തേടിയാണ്.
അങ്ങേക്കും അപ്രകാരം ഒരു ആവശ്യമുണ്ടല്ലോ. എല്ലാം അറിഞ്ഞിരുന്നിട്ടും നമ്മെ ഇപ്രകാരം വിളിച്ചു വരുത്തി അപമാനിച്ചത് മഹാ അപരാധമായി പോയി മഹാരാജൻ. ഇത് നമ്മുടെ പിതാവ് അറിഞ്ഞാൽ ഒരു യുദ്ധത്തിൽ പോലും കലാശിച്ചേക്കാം. രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം വർദ്ധിപ്പിക്കാനാണെന്ന് പറഞ്ഞിട്ട് സ്പർദ്ധ സൃഷ്ടിക്കാനാണല്ലോ അങ്ങ് ശ്രമിച്ചതെന്ന് ഓർക്കുമ്പോൾ നമുക്ക് സഹിക്കാൻ കഴിയുന്നില്ല. ഇനിയും ഇവിടെ നിന്നാൽ നാം നിലമറന്ന് പെരുമാറിപ്പോവും. മന്ത്രിമുഖ്യ, വരൂ. ഇതാദ്യമായിട്ടാ മറ്റുള്ളവരുടെ മുമ്പിൽ അപമാനഭാരത്താൽ ശിരസ് കുമ്പിട്ടുപോയത്. അതും മകള് കാരണം. നാം ആരോടും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല. പക്ഷേ നമുക്ക് ലഭിക്കുന്നതെല്ലാം വേദനകളാണല്ലോ. തിരുമനസേ, അങ്ങ് ദുഃഖിക്കരുത്, തളരരുത്. അതെ മഹാരാജൻ, നാം അകമഴിഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഈശ്വരന്മാർ എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരും. അഹന്തയും അക്ഷമയും അസഹിഷ്ണുതയുമെല്ലാം ആസുരമാണ്. ക്ഷമയും സഹനവും സമാധാനവും ദൈവീകം. ലോകവീരം മഹാപൂജ്യം സർവരക്ഷാകരം വിഭും പാർവതി ഹൃദയാനന്ദോ ശാസ്താരം പ്രണമാമ്യഹം. വിപ്രപൂജ്യം വിശ്വവന്ദ്യം വിഷ്ണു ശംഭോ പ്രിയം സുതം ക്ഷിപ്രപ്രസാദ നിരതം ശാസ്താരം പ്രണമാമ്യഹം. മത്തമാതംഗഗമനം കാരുണ്യാമൃതപൂരിതം മത്തമാതംഗഗമനം കാരുണ്യാമൃതപൂരിതം സർവവിഗ്രഹരം ദേവം ശാസ്താരം പ്രണമാമ്യഹം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാവര രക്ഷ രക്ഷ മഹാബാഹു ശാസ്ത്രേ തുഭ്യം നമോ നമഃ. അസ്മത്കുലേശ്വരം ദേവം അസ്മത് ശത്രു വിനാശനം അസ്മദിഷ്ട പദാതാരോ ശാസ്താരം പ്രണമാമ്യഹം. പാണ്ഡേശവം ശതിലകം കേരളേ കേളി വിഗ്രഹം ആർത്തത്രാണവരം ദേവം ശാസ്താരം പ്രണമാമ്യഹം. ഹരിവരാസനം സ്വാമി വിശ്വമോഹനം ഹരിതീശ്വരം സ്വാമി ആരാധ്യ പാദുകം ഹരിവിമർദ്ദനം സ്വാമി നിത്യനർത്തനം ഹരിഹരാത്മജം സ്വാമി ദേവമാശ്രയേ. പഞ്ചാത്രീശ്വരമംഗളം ഹരിഹര പ്രേമാകൃതി മംഗളം പിഞ്ചാലങ്കൃതമംഗളം പ്രണമതാം ചിന്താമണൈ മംഗളം പഞ്ചസധ്വജമംഗളം ത്രിജഗദാമാധ്യപ്രഭോ മംഗളം പഞ്ചസ്തോപമംഗളം
തിരുവോല